ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ പഞ്ചാബിന്റെ കളി ഉണ്ടായിരുന്നു? എന്റെ മോന് യച്ചാതി പെർഫോമൻസ് ആയിരുന്ന നിഹാൽ സുധീഷ് എന്ന മലയാളി താരം ഇന്നലെ കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സ്വർണ്ണപ്പെട്ടിയിൽ ചില്ലറ പൈസ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് നിഹാൽ സുധീഷ് കൺസിക്യൂട്ടീവായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിന് വേണ്ടി കളിക്കാൻ പോയിരിക്കുന്ന താരമാണ് നിഹാൽ സുധീഷ്. അതുകൊണ്ട് തന്നെ നിഹാലിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ, സോ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 സീസണിലായിട്ട് നിഹാൽ സുധീഷിനെ പോലെ ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനകത്ത് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാനുകളിൽ നിഹാൽ സുധീഷ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ഓൾസോ നോ ഐഡിയ ഗൈസ്. ഇനി വേറൊരു സംഭവം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിഹാലിന്റെ ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് കുറച്ചധികം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിഹാലിന്റെ അക്കൗണ്ടിൽ ചെന്നിട്ടും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ചെന്നിട്ടും നിഹാലിനെ പെട്ടെന്ന് തന്നെ റീകോൾ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ പെപ്പറൊക്കെ ഇഞ്ചുറി പറ്റിയപ്പോൾ മിഡ് സീസണിൽ വെച്ച് നമ്മൾ ജസ്റ്റിൻ ഇമാനുവലിന് ഗോകുലം കേരളയിൽ നിന്ന് ലോണിൽ നിന്ന് റീകോൾ ചെയ്തില്ലേ, അതേപോലെ റീകോൾ ചെയ്യുക. എന്ത് കാര്യം ഇരിക്കുന്നു ഗൈസ്, ആ പയ്യൻ അവിടെ കളിച്ചോട്ടെ പ്ലീസ്. ഞാൻ അങ്ങനെ പറഞ്ഞ വേറൊന്നുണ്ടല്ല, നിഹാൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിഹാലിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിയാതെ പോയാനെ. അതുകൊണ്ട് തന്നെ പഞ്ചാബിന് വേണ്ടി ഈ ഒരു സീസൺ ലോണിൽ മുഴുനീളം നിഹാൽ കളിക്കട്ടെ, തന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തെടുക്കട്ടെ, തന്റെ ടാലന്റ് എന്താണെന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ നിഹാൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സീസൺ ആവട്ടെ ഇത്. അത് തന്നെയായിരിക്കും ആ ഒരു താരത്തിന്റെ ഫ്യൂച്ചറിനും നല്ലത്. ബട്ട് ഈ ഒരു സീസൺ കഴിയുമ്പോൾ നിഹാലിന്റെ ഈ ഒരു കേസ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മളെ ബാധിക്കാൻ സാധ്യതകളുണ്ട്. പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരു ISL സീസൺ മുഴുവനായി കളിച്ച ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറായി മാറും നിഹാൽ സുധീഷ്. അതുകൊണ്ട് തന്നെ വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ്ങിലെ പല പ്രശ്നങ്ങളും നമുക്ക് അതിനോടകം തന്നെ മാറ്റാൻ സാധിക്കും. ഇനി ഇതിൽ നമുക്ക് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിഹാൽ ഇതുപോലെ തന്നെ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഈ ഒരു സീസൺ മുഴുനീളം കാഴ്ചവെച്ചാൽ ഉറപ്പായും പഞ്ചാബ് FC നിഹാലിനെ നിലനിർത്താനുള്ള എല്ലാ വഴികളും സ്വീകരിക്കും. പിന്നെ നമ്മുടെ മാനേജ്മെന്റ് ആയതുകൊണ്ടും നല്ലൊരു മാനേജ്മെന്റ് ആയതുകൊണ്ടും കാശ് കണ്ടാൽ കണ്ണ് ഒട്ടും മഞ്ഞളിക്കാത്ത മാനേജ്മെന്റ് ആയതുകൊണ്ടും എന്തായാലും നിഹാലിനെ വിറ്റ് തുലക്കും. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ FCക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന നെയോറം മഹേഷ് സിംഗ്. ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ തുരുമ്പ് കീറിക്കൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഒരു കൊല്ലത്തേക്ക് ഈസ്റ്റ് ബംഗാളിൽ ലോണിൽ കളിക്കാൻ വിട്ടതാ. ആ ഒരു സീസണിൽ നെയോറം 8 ഗോൾ 8 അസിസ്റ്റും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരത്തിനെ പെർമനന്റ് ആയിട്ട് തന്നെ സൈൻ ചെയ്തു. ഇപ്പൊ നെയോറ മഹേഷ് സിംഗ് ഒക്കെ ഇന്ത്യൻ ടീമിലെ ടോപ്പ് 5 വിംഗർമാരിൽ ഒരാളാണ്. ഇത്രയും വലിയൊരു ഉദാഹരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിഹാൽ സുധീഷിന്റെ കാര്യത്തിൽ ആരാധകർ വലിയ സ്വപ്നങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ, നിഹാൽ സുധീഷ് എന്ന താരത്തിന് എവിടെയാണോ പ്ലേയിങ് ടൈം കിട്ടുന്നത് അവിടെ തന്നെ നിലകൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. എന്തായാലും നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്തൊരു സീസണിൽ വരണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണയെ പറ്റിയിട്ടാണ്. നാളെ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ അഡ്രിയാൻ ലൂണ കളിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും പല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഉണ്ട്. പഞ്ചാബിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ലൂണ കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് മത്സരത്തിന് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലൂണ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ വന്നതിന്റെ ദൃശ്യങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്സരശേഷം ലൂണക്ക് പനിയാണ്, ചുമയാണ്, ഫീവർ ആണെന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ പുറത്തു വന്നു എങ്കിലും അതൊന്നും 100% വിശ്വസ്തമായ സോഴ്സുകളിൽ നിന്ന് വന്ന വാർത്തകളല്ല. ചിലപ്പോൾ അത് തന്നെയായിരിക്കാം, കാരണം ഒരാഴ്ചക്കുള്ളിൽ ഡിഫറെന്റ് ടൈം സോണുകളിൽ സഞ്ചരിച്ചതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ബട്ട് ഫീവറും ചുമയൊക്കെ ആണെങ്കിൽ ഇതിനോടകം തന്നെ മാറേണ്ടതാണ്. എന്നാൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് സെക്ഷനിൽ പോലും ലൂണ പങ്കെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ അതിനർത്ഥം ലൂണ കളിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് തന്നെ അതെന്താണെന്ന് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.